ഇപ്പോൾ അക്ഷയ ചേരുന്നുണ്ട്. നേരത്തെ 88-ാം ബൂത്തിൽ ബാറ്ററി ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. റെസ്പോൺസ് ടീം അവിടെ അടിയന്തരമായി എത്തിയിട്ടുണ്ട്. അക്ഷയ, പ്രശ്നം പരിഹരിച്ചോ? വോട്ട് രേഖപ്പെടുത്തി തുടങ്ങിയോ? ഇല്ല ദിവിഷ്, ഇപ്പോഴും ഇവിടെ 88-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി തുടങ്ങാനായിട്ടില്ല. പോളിംഗ് ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ സമയം പോളിംഗ് തുടങ്ങിയിട്ട് 26 മിനിറ്റ് പിന്നിടുകയാണ്. പക്ഷേ ഇതുവരെയും ഇവിടെ ഈ 88-ാം ബൂത്തിൽ പോളിംഗ് തുടങ്ങാനായിട്ടില്ല. ഇവർ പറയുന്നത് വിവിപാറ്റിൽ മോക്ക് പോളിംഗ് ചെയ്തപ്പോൾ അത് ഒരു പ്രശ്നവുമില്ലായിരുന്നു, അത് നല്ല രീതിയിൽ തന്നെയായിരുന്നു, ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പോളിംഗ് ആരംഭിക്കാൻ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ഇത്തരത്തിൽ വിവിപാറ്റിന്റെ ഡിസ്പ്ലേയിൽ ബാറ്ററി എക്സ്ചേഞ്ച് എന്ന് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ബാറ്ററിയുമായി ഇപ്പോൾ റാപ്പിഡ് റെസ്പോൺസ് ടീം ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, ആ ടീം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും അത് പ്രശ്നം പരിഹരിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. വലിയൊരു നീണ്ട നിര നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലിയൊരു നീണ്ട നിര തന്നെ ഇപ്പോൾ ഈ ബൂത്തിലുണ്ട്. ആർക്കും ഇതുവരെയും വോട്ട് രേഖപ്പെടുത്താനായിട്ടില്ല. രാവിലെ വോട്ട് ചെയ്ത് മടങ്ങാനായിട്ട് വന്ന ആളുകളാണ്. രാവിലെ എത്ര മണിക്ക് എത്തി ഇവിടെ? 6:45 എത്തി. വേഗം ചെയ്ത് പോകാൻ വന്നിരിക്കും അല്ലേ? എല്ലാ തവണയും നേരത്തെയാണോ ചെയ്യുന്നത്? കുറേ പ്രായമായിട്ടുള്ള ആളുകളൊക്കെയാണ്, കുറേ അമ്മമാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എപ്പോഴെത്തി? 7 മണിക്ക് എത്തി. നിന്നും അടുത്തോ? അരമണിക്കൂറായില്ലേ നിൽക്കുന്നത്? സരിൻ ഇപ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഇവിടുത്തെ സ്ത്രീകളുടെ ക്യൂ ആണ്, അപ്പുറത്ത് പുരുഷന്മാരുടെ ക്യൂ ആണ്. കുറേ നേരമായോ നിൽക്കുന്നത്? കുറച്ച് നേരമായി. സാധാരണ രാവിലെ വോട്ട് ചെയ്യുന്നതാണോ? രാവിലെ വരാറുണ്ട്. അതിനിടയിലാണ് പ്രശ്നം വന്നത് അല്ലേ? നമുക്ക് പുരുഷന്മാരുടെ ക്യൂയിലേക്ക് കൂടി ഒന്ന് പോകാം. തുടങ്ങിയിട്ടില്ല, റെഡി ആയിട്ടില്ല. ഇനിയും എന്തായാലും ഇവർ കാത്തു നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതുവരെയും പോളിംഗ് ഇവിടെ ആരംഭിച്ചിട്ടില്ല. അതായത് മറ്റിടങ്ങളിലൊക്കെ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി കൂടി വോട്ട് രേഖപ്പെടുത്തുന്ന ബൂത്താണ്. ഇവിടെ ഇതുവരെയും പോളിംഗ് തുടങ്ങിയിട്ടില്ല. അതിൽ ആളുകൾ ചെറിയ രീതിയിൽ അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറേ നേരമായിട്ട് അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ ആകാത്തതിലുള്ള വിഷമം പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ, റാപ്പിഡ് റെസ്പോൺസ് ടീമൊക്കെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, രാവിലെ എത്തിയോ? രാവിലെ നേരത്തെ 5 മണിക്ക് എത്തി. എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞോ? മെഷീനിന്റെ ബാറ്ററി ലോ ആയതാണ്. അപ്പൊ വേറെ മെഷീൻ കൊണ്ടുവന്നിട്ട് അതിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ അത്ര വരി ഉണ്ടാവാറില്ല. രാവിലത്തെ ഒരു തിരക്ക്, നല്ല തിരക്കുണ്ട്. സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഇതും കൂടിയല്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരിക്കും. സ്ഥാനാർത്ഥിക്ക് ഒപ്പം വന്നെയാണോ? അല്ല, ഒപ്പം വോട്ട് ചെയ്യാൻ വന്നെയാണോ? സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഒപ്പം വോട്ട് ചെയ്യാം. ഇവിടെ ആളുകളൊക്കെ. അമ്മ, എത്ര മണിക്ക് എത്തി? രാവിലെ എത്തിയോ? രാവിലെ വന്നോ? കൊറേ നേരമായോ ഇരിക്കുന്നേ? കുറച്ചു നേരമായി. സാധാരണ എപ്പോഴും രാവിലെ വരുന്നതാണോ? സാധാരണ എപ്പോഴും രാവിലെ വരുന്നതാണോന്ന്? അതെ. അപ്പം പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്, അവരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ചേട്ടാ, ഈ മെഷീനും ട്രബിളാണ്. ഇനി വേറെ കൊണ്ടുവരണം, സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നാലേ ഇനി വർക്ക് ചെയ്യാൻ. ഇപ്പൊ കൊണ്ടുവന്നത് ശരിയല്ല. പറഞ്ഞോ, വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ഇത് വളരെ അശ്രദ്ധയായിരുന്നത്.